ഓൾ ഇന്ത്യ ട്രിപ്പിൽ ഞാൻ ഏറ്റവും എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് ഉറ്റു നോക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. എങ്ങോട്ടാണെന്നറിയോ? ഒരു മരുഭൂമി സഫാരിക്കായിട്ട്. അത് വേറെ എങ്ങോട്ടേക്കുമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ള, ഈ ലോകത്തിലെ 20ാമത്തെ വലിയ മരുഭൂമിയായിട്ടുള്ള താർ ഡെസേർട്ടിലേക്കാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ റോഡുണ്ടല്ലോ, ഇവിടെ നിങ്ങൾ നേരെ ഒരു 200 കിലോമീറ്റർ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ചെന്നെത്തുന്നത് പാകിസ്ഥാനിലേക്കാണ്. പക്ഷെ നമ്മൾ പാകിസ്ഥാനിലേക്കല്ല പോകാൻ പോണത്, നമ്മൾ താർ ഡെസേർട്ടിലേക്കാണ് പോകാൻ പോണത്. അപ്പോൾ കം ഓൺ ഗൈസ്. അപ്പോൾ നമ്മൾ താർ ഡെസേർട്ടിലേക്ക് പോകാൻ പോവാണ്. വണ്ടി ഇപ്പം എടുത്തേ ഉള്ളൂ. ഞാനാണ് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടിയാണ്, ഇത്തിരി പയ്യെ പോകണമെന്ന്. ഭയങ്കര റഫ് റൈഡറാണെന്നാണ് തോന്നുന്നത്. സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ഈ മേഘം കണ്ടോ? സാധാരണ ഇവിടെ ഭയങ്കര വെയിലായിരിക്കും ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇന്ന് ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റ് അതൊന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് മഴയും ഇല്ല വെയിലും ഇല്ല, ഇങ്ങനെ ആ ഒരു മൂടി നിൽക്കുന്ന ഒരു ഇതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഞാൻ ഈ താർ ഡെസേർട്ടിനെ കണ്ടിട്ടുള്ളൂ. അവിടെ ഒരുപാടധികം മിനറൽ ഒട്ടകം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഈ കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ട് ഞാൻ ആദ്യം താഴെ ആട്ടോ നിന്നേ. പിന്നെ എൻ്റെ പൊക്ക കൂടുതൽ കാരണം എനിക്കൊരു വൈബ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ കസേരയിൽ കയറി നിന്നു പുറകിലുള്ള. അപ്പോൾ ഈ ഒരു കാറ്റും ഈ ഒരു മരുഭൂമിയുടെ കാഴ്ചയും ഇതൊക്കെ, അയ്യോ ഇതേ ഓട്ടോകളെ കിടക്കുന്ന എന്താ, ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുമ്പം ഒരു പ്രത്യേക ഒരു ഇതാണ്. എൻ്റെ മോനെ, ജീപ്പ് സഫാരി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ക്യാമൽ റൈഡിന് പോവാണ് ഗൈസ്. അപ്പോൾ അപ്പൊ 3 ക്യാമൽസ് ഉണ്ട് മൊത്തത്തിൽ ഇവിടെ. പിള്ളേരൊക്കെ ബൈക്ക് ഓടിച്ച് കളിക്കുന്നു ഗൈസ്. അപ്പൊ ഇതിൽ നമുക്ക് ഏതിന്റെ പൊക്കത്ത് കയറണം? നമുക്ക് ഇവന്റെ പൊക്കത്ത് കയറാം അല്ലേ? അപ്പൊ ഈ ഒരു താർ ഡെസേർട്ടിന്റെ ഒരു താർ മരുഭൂമിയുടെ നടുക്ക് നല്ല ചൂട് പക്കോടെ നല്ല ചൂട് മസാല ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ ഇവരുടെ കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ആസ്വദിക്കാൻ പോവുകയാണ്. നല്ല രാജസ്ഥാനി കൾച്ചറൽ പ്രോഗ്രാംസ്. അപ്പോൾ എവിടെ കൊട്ടാരം നർത്തകിമാർ? ആട്ടവും പാട്ടും തുടങ്ങട്ടെ.